നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കേറി വാ പാറു, വാ. ഇതെന്റെ റൂമാ, നീ ഇവിടെ കിടന്നോ. ഇനി പ്രിയൻചേട്ടന്റെ മുൻപിൽ പോലും വരരുതെന്ന പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് വിധി എന്നെ എത്തിച്ചത് പ്രിയൻചേട്ടന്റെ വീട്ടിലും. ഇവിടെ എത്തുന്നവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. കൈലാഷ് സാറിന്റെ തീരുമാനം. എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടോ? അതൊക്കെ പോട്ടെ, എന്തേലും കഴിച്ചോ? ഞാൻ എന്തേലും ഉണ്ടായിക്കൊണ്ടുവരാം. വേണ്ട. അത് പറ്റില്ല. എന്റെ വീട്ടിൽ വന്നിട്ട് അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ല. എല്ലാരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരാള് അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മുഖത്ത് നിന്ന് നിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. നീ തന്നെ പറയും, നിനക്കിപ്പോ സന്തോഷമാണോ വിഷമാണോ? നീയല്ലേ എന്റെ മനസ്സ്, നിനക്കല്ലേ നന്നായിട്ട് അറിയാം. മനുഷ്യ മനസ്സ് സങ്കീർണമാണെന്ന സിനിമാ ഡയലോഗ് നീ കേട്ടിട്ടില്ലേ? നിന്റെ ഉള്ളിലെ ചിന്തകൾ എനിക്ക് പോലും പിടികിട്ടുന്നില്ല. അതുകൊണ്ടാ നിന്നോട് തന്നെ ചോദിച്ചത്. ഞാൻ അറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കുക, മനുഷ്യന്മാരെ ശല്യം ചെയ്യുന്നത് നിന്റെ ഹോബിയാണോ അതോ നിന്റെ ജോലിയാണോ? നേരവും കാലവും നോക്കാതെ കയറി വന്നോളൂ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, അത് നിനക്ക് പറഞ്ഞു തരാനാ നേരവും കാലവും നോക്കാതെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ആ ചൊല്ലെന്താണെന്നറിയൂ? പറ, എന്നാലല്ലേ അറിയൂ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്ന് വെച്ചാ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ തീരുമാനിക്കുന്നത് ദൈവമാണെന്ന്. അതെനിക്കും അറിയാം. നീ ഉദ്ദേശം എന്താണെന്ന് പറ. ഇനി പാറുവിന്റെ ജീവിതത്തിൽ നീയില്ല, നിന്റെ ജീവിതത്തിൽ പാറുവില്ല. പാറുവിനെ നീ കാണില്ല, മിണ്ടില്ല, അവളെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല എന്ന് നീ തീരുമാനിച്ചിട്ട് ഇപ്പൊ എന്തായി? അവള് നിന്റെ കൺമുന്നിൽ തന്നെ എത്തിയില്ലേ, അതും നിന്റെ വീട്ടില്. അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതോ ആർക്കാണോ നീ അവളെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചത് അയാള് തന്നെ, കൈലാഷ് സാർ. അതാണ് പറഞ്ഞത് മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്ന്. നിന്റെയും പാറുവിന്റെയും കാര്യത്തില് നിന്റെ തീരുമാനം പോലെയല്ല ദൈവത്തിന്റെ തീരുമാനം. പാറു പ്രിയനുള്ളതാണെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തെ തോൽപ്പിക്കാൻ നിനക്ക് കഴിയില്ല പ്രിയ. നീയും അവള് ഒന്നിക്കണമെന്ന ദൈവത്തിന്റെ തീരുമാനം മാറ്റിമറിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല. ഇതുകൂടി പറയാന് നേരവും കാലവും നോക്കാതെ ഞാൻ വന്നത്. ദോശ റെഡി. കറിയൊന്നുമില്ല, പഞ്ചസാര മതിയോ? നല്ല വിശപ്പുണ്ടല്ലേ? കഴിക്കുന്നുണ്ടാ അറിയാം. വെള്ളം തരാം. ഇത് കുടിക്കാൻ. പാറുവിനെ ആരോ ഓർക്കുന്നുണ്ട്. കൈലാഷ് സാറായിരിക്കും, വേറെ ആരും എന്നെ ഓർക്കാൻ. എന്റെ ഈ അവസ്ഥ ഓർത്ത് എന്നേക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് കൈലാഷ് സാറാ.
പാവം. കൈലാഷ് സാറിന്റെ വീട്ടില് എന്നെ താമസിപ്പിക്കാനായിരുന്നു കൈലാഷ് സാറിന്റെ ആഗ്രഹം. പക്ഷെ കൈലാഷ് സാറിന്റെ മമ്മി സമ്മതിച്ചില്ല. സാറിനെ മമ്മി വഴക്ക് പറയുന്ന കേട്ടിട്ട് എനിക്ക് വലിയ വിഷമായി. ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാന്ന് സാറിനോട് പറഞ്ഞതാ. സാർ അതും സമ്മതിച്ചില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ എനിക്കറിയാം. എന്നാലും എനിക്ക് വേണ്ടി സാറ് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണ്ടേ? ഇപ്പോഴും എന്നെ കുറിച്ച് എന്നെ ഓർത്തുകൊണ്ടിരിക്കായിരിക്കും.